ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മുടെ കൂടെ രണ്ടുപേരുണ്ട് കേട്ടോ. ഹലോ, അത് വണ്ടി അടിച്ചോണ്ടി. ഇന്ന് എന്താ പരിപാടി എന്ന് നമുക്ക് ചോദിക്കാം. ഇന്ന് പരിപാടി എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻസ് ഫോർ മൈ വെഡിങ്. നാളെയാണ് വെഡിങ് ഡേ, മൈ ബിഗ് ഡേ. ഇന്നപ്പോ നമ്മള് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പെട്ടെന്നൊന്ന് അങ്കമാലി വരെ പോവുകയാണ്. നമ്മുടെ അങ്കമാലി ഡ്രൈവറാന്ന് വിചാരിക്കുന്നു. ഇവളുടെ അല്ലാതെ This is my SI. This is my brother, my second father, Tanda wife. No, it's white Tanda. ഗായ്സ്, അഖിച്ചേട്ടൻ കാനഡയിലാണ്, അഞ്ജലി ചേച്ചി അയർലൻഡിലുമാണ്. അപ്പോൾ ഒരു കല്യാണത്തിന് വേണ്ടി അഖിച്ചേട്ടൻ 3 വർഷമായിട്ട് കാനഡയിലെ തെരുവീതികളിൽ പണിയെടുത്തിട്ടുണ്ട്. മണലാരണ്യത്തിൽ കിടക്കായിരുന്നു. ഇപ്പോഴാണ് വന്നത് അനിത്തിക്കുട്ടിയുടെ കല്യാണം കൂടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവർക്ക് ലീവ് ഒരുമിച്ച് കിട്ടുന്ന സമയത്താണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കൂടാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ച് രണ്ടുപേരുടെയും അടുത്തടുത്ത ദിവസങ്ങളിൽ തന്നെ കല്യാണമാക്കി. അപ്പോൾ ഭയങ്കര തിരക്കാണ്, ഒന്നും ചെയ്യാനായിട്ടുള്ള സമയമില്ല. അപ്പോൾ നമ്മൾ ഇവിടെ വണ്ടി ഓടിക്കുന്നതാണോ കാനഡയിൽ വണ്ടി ഓടിക്കുന്നതാണോ സൂപ്പർ? അവർക്ക് പറയോ? കാനഡയിൽ നിന്ന് വണ്ടി ഓടിച്ച് ഇവിടെ വരും വണ്ടി ഓടിക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട്? നീ ഇത് ആളുകൾ ഫോണടിക്കുന്നു, ആളുകൾ തെറി പറയുന്നു, ആളുകൾ കുത്തിക്കയറ്റുന്നു, അപ്പുറക്കൂടെ ഒക്കെ വണ്ടി പോകുന്നു. വളരെ ബുദ്ധിമുട്ടാണ്. അയർലൻഡില് ഞാൻ വണ്ടി ഓടിച്ചിട്ടില്ല ഇതുവരെ. നടക്കാനാണെങ്കിൽ സുഖം അയർലൻഡിലാ. കാരണം ഇവിടെ നടക്കുമ്പോ ഫുള്ള് ഭയങ്കര ഡേർട്ടാണ്. ഇവിടെ ഫുൾ ഡേർട്ടി പ്ലേസ് ആണ്. നോട്ടി ആൻഡ് ഡേർട്ടി. സോ ഐ തിങ്ക് ഐ പ്രിഫർ അയർലൻഡ് നടക്കാനായിട്ട്. താങ്കൾ താങ്കൾ എന്ത് ചെയ്യുന്നു? നടന്നാണ് അയർലൻഡിൽ നഴ്സ് ജോലിക്ക് എങ്ങനെയാണ് പോകുന്നത്? അല്ല, തെറ്റായ സൈഡിലൊന്നും അല്ല, ഇപ്പൊ കറക്റ്റ് ആണ്. അത് അവര് ഇന്ത്യക്കാര്, നമ്മള് കാനഡക്കാര്. കറക്റ്റ് ആണ്. ഇനിയിപ്പൊ അങ്ങനെയൊന്നുമില്ല. ഇവിടെ വേണമെങ്കിൽ നമുക്ക് പോവാം. കാരണം ഇതാണ് കേരളം. യെസ്, അതാണ് നമ്മളുടെ ഇഷ്ടത്തിന് നമുക്ക് ജീവിക്കാം. ആളുടെ റൂൾസിന് നമുക്ക് ജീവിക്കേണ്ട ആവശ്യമില്ല. കുറെ പേര് നമ്മളോട് ചോദിക്കും, നീ എന്തിനവിടെ നിൽക്കുന്നു, നീ ഇവിടെ എന്തിനു ചെയ്യും, നീ എന്ത് നടക്കുന്നു, ഇരിക്കുന്നു, നീ എന്ത് തുണി ഇട്ടേക്കണേ എന്നൊക്കെ ചോദിക്കും. അപ്പൊ നമ്മൾ വേണം ഇതെന്റെ സൗകര്യത്തിന് ഇഷ്ടം. ഇത് മൊത്തം നമ്മുടെ ഏരിയ. ഇത് നമ്മ ഏരിയ. എന്ത് എന്തൊക്കെ നമുക്കൊന്നുമില്ല. പിടിച്ചടിക്കൂട്ടാ. ഉറപ്പാണ്. ഇതാണ് നമ്മ ഏരിയ. അതെ അതെ, ഞാൻ മാത്രമാണ് കറക്റ്റ് സൈഡിലിട്ടിട്ട് ഇൻഡിക്കേറ്റർ. അഭിമാന നിമിഷം. ബ്ലോക്ക് ഉണ്ട്, കാരണം അവിടെ ഒരു ആക്സിഡന്റ് പറ്റി. അത് കാണിച്ചു തരാൻ പറ്റിയില്ല ഞാൻ. അപ്പോഴേക്കും അതിൻ്റെ ഇതിലായിപ്പോയി. കുഞ്ഞൊരു ദിവസം ഉണ്ടല്ലോ, ഒരു അമ്മാമ്മക്ക് 20 രൂപ എടുത്തു കൊടുത്തപ്പോളേ പറയുന്നതാട്ടാ, അയ്യേ 20 രൂപയാ, എനിക്കൊന്നും വേണ്ട അത് പറഞ്ഞിട്ട് തിരിച്ചു കൊടുത്ത്. ശരിക്കും അവൾക്ക് ചാലക്കുടി നിന്നപ്പോ തിരിച്ചു കൊടുത്തു. എന്നിട്ട് അവൾക്ക് ഷൂസും സോക്സും കിട്ടി വന്നേക്കാം. ആക്സിഡന്റ് ആണെന്ന് കാണിച്ചു തരാട്ടാ. ഇങ്ങനെ സത്യം ഇങ്ങനെ വീഡിയോ ഒന്നും എടുക്കാനൊന്നും പാടൊന്നുമില്ല, പക്ഷെ നമ്മൾ ഇങ്ങനെ എടുക്കും. കണ്ടത് ഇതാണ്, കണ്ടോ വണ്ടി ഇടിച്ചാണ്ടോ? ഒരു ചേച്ചീനെയാണ് വണ്ടി ഇടിച്ചത്. അയ്യോ അത് കണ്ടില്ല, അവിടെ ഇട്ടോ. അതായിരുന്നു നമ്മൾ എത്താറായിട്ടുണ്ട്. ഇപ്പൊ എത്തും, 2 സെക്കൻഡ് കൂടി ഉള്ളു. അത് നമുക്ക് അവിടെ നിന്ന് കിടക്കാനായിട്ട് കട്ടിങ് ഇല്ല, അതുകൊണ്ട് ഇപ്പൊ ഇവിടെ വന്നിട്ട് യൂ ടേൺ എടുത്ത് കിടക്കണം. ഇപ്പൊ ഇവിടെ ഇച്ചിരി ട്രാഫിക് ഉണ്ടായ കാരണമാണ് ഈ ഒരു ഡിലേ വന്നത്. ലൂം സ്റ്റോർ. കിട്ടി ഗൈസ്, അവരെ കിട്ടി. സ്റ്റോറി
നല്ലൊരു ബ്രാൻഡഡ് ഷോപ്പ്, മൾട്ടി ബ്രാൻഡഡ് ഷോപ്പാണ്. പിന്നെ നമ്മൾ സ്റ്റൈലിഷിൻ്റെ പ്രൊഡക്റ്റാണ് എടുത്തിരിക്കുന്നത്. എനിക്കിത് അതായത് കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ പോകുമ്പോൾ നമ്മുടെ ഒരു ട്രഡീഷൻ അനുസരിച്ച് നമ്മൾ മന്ത്രകൂടിയാണ് കൊടുക്കേണ്ടത്. പക്ഷേ എനിക്ക് സൈക്കിൾ അറിയില്ല. അപ്പോൾ എൻ്റെ ഇന്നോ പറഞ്ഞു, മദറിനോ പറഞ്ഞു ചുരിദാർ ഇട്ടാൽ മതി. അപ്പോൾ എനിക്ക് നല്ല ഗ്രീൻ ഫ്ലാഗ് ആണ്, ഗ്രീൻ ഫോറസ്റ്റ്, ആമസോൺ ഫോറസ്റ്റ്. ചേട്ടൻ പിന്നെ എന്താണ് കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ വീട്ടിൽ വരുമോ? ചേട്ടാ എന്നെ എടുത്തു കൊടുക്കണം കേട്ടോ. എന്റെ നടുവെട്ടിയിട്ട് ഞാൻ ആശുപത്രി വെക്കാനാണ്. ചേട്ടാ ഇനി 55 കിലോ ഉള്ളതിനൊന്ന് എടുത്തതേ അവന്റെ കയ്യിലേക്ക് ഇങ്ങനെ കൊടുത്താൽ മതി. അങ്ങനെയൊന്നുമില്ല. ഗൈസ് നമുക്ക് ഇപ്പോൾ ഒരു ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോവാം. ഇനി എന്തൊക്കെയോ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. ആ ചുരിദാറിൽ ഒരു ലെഗിൻസും കൂടി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറെ കടയ്ക്കാണ്. ഇതാണോ ഭയങ്കര അങ്ങനല്ല. ചന്ദനഗന്ധമായി നീ വന്നു ചേർന്നാലും ബാക്കിയെനിക്ക് അറിയത്തില്ല, പിന്നെ പാടിത്തരാം ഇവിടെയോ. എൻ്റെ തല നിറച്ച് എണ്ണയാണ്. നമ്മൾ വെളുത്തിരിക്കണോ ആ സൈഡിൽ പൊടിപെട്ടി നമ്മൾ വാച്ച് ശരിയാക്കാൻ വന്നതാണ്. വാച്ച് കോടാനുകോടി ജനങ്ങൾ ഇത് കാണുന്ന ആലോചിക്കാം. നിങ്ങൾ രണ്ടുപേരും കാണാൻ പോകുന്നത് വയറെന്ന് പറയുമ്പോൾ 30 യൂറോ. അപ്പോൾ ഇത് ലാഭം. സാധാരണ എന്നിട്ട് പുറത്തൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ ഇന്ത്യൻ മണി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇവിടെ കണ്ടോ യൂറോ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ലാഭമാണ് നോക്കിയിട്ട് എടുക്കണേ. അതാണ് കുട്ടി വളർന്നിരിക്കുന്നു. ചേട്ടാ എന്തെങ്കിലും പറയും, എന്തെങ്കിലും പറയാൻ പറഞ്ഞത് നീ തന്നെ പറയും. ഇപ്പൊ എന്താ യൂട്യൂബിൽ മെയിൻറ്റെയിൻ ചെയ്യാത്ത തിരക്കില്ല. നമുക്ക് പിന്നെ ചോദിക്കാം. നമുക്ക് പുള്ളിക്കാരി ഇരുന്ന് ചോദിക്കാം. എന്താ ഇത്രയും നേരം റിസർച്ച് ചെയ്തിട്ട് ഇപ്പോഴാണ് മനസ്സിലായി. ഈ ട്രയൽ വെച്ചാൽ കുത്തി തരാനോ എനിക്ക് അത്രയും മതി. ചേട്ടാ ചേട്ടാ ഇത് പിടി, ഞാൻ സീരിയലിൽ കിട്ടും കേട്ടാ. തൊട്ട് കടയില എന്താണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്? ഹെയർ ക്ലിപ്പ്. ഇവിടെ നമുക്ക് കിട്ടിയില്ല. പിന്നെ എന്നോട് പറയാം, ഞാൻ ക്ലിപ്പൊന്നും അതുണ്ടാവും. അവരെല്ലാം എടുത്തു തരേണ്ടത്. പിന്നെ അതിലൊരു വൃത്തിയില്ല. എനിക്ക് അലർജി വന്നു. എനിക്ക് പൊടിയുള്ള സ്ഥലത്ത് തുമ്മലൊന്നും പെട്ടെന്ന് ഞാൻ അപ്പം തന്നെ എനിക്ക് പൊടിയുള്ള സ്ഥലത്ത് ഇറങ്ങിയിട്ട് പെട്ടെന്ന് തുമ്മല് പിന്നെ മനസ്സിലാവും. അപ്പോൾ അവിടെ വൃത്തിയില്ല. അവിടെ വൃത്തിയില്ല. തുമ്മി എനിക്ക് ചാവുന്നയ്യ. നാളെ എൻ്റെ വെഡിങ്ങാണ്. ഞാനിങ്ങനെ അങ്കമാലി തെരുവുകളിൽ തെണ്ടിക്കൊണ്ടിരിക്കും. നമ്മൾ വേറെ സ്ഥലത്ത് വന്നു. പുള്ളിക്കാരി നോക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ സാധനങ്ങൾ കിട്ടി. പൂവാണ്. ഇനി അകിച്ചേണ്ണ തപ്പണം. അകിച്ചേണ്ണ എന്താ എന്നിട്ട് പറ്റുന്നു? പോലീസ് വണ്ടിയെടുത്തിട്ടാൻ പറഞ്ഞു. പോലീസ് മാറ്റിയിടാൻ പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവിട്ടിട്ടുണ്ട്. നമ്മളെത്തി കഴിച്ച് നമ്മളെത്തി.
നാളെ കല്യാണമുള്ള പോയപ്പോ എന്തായിരുന്നു നോക്കട്ടെ. തള്ള എവിടെ പോയി? ഹായ് അയർലൻഡ്. ചന്തമേരിന് അയർലൻഡ് കൊണ്ടിട്ട് എങ്ങനെ ഇരിക്കും? അങ്ങനെയല്ല, ചൂടെടുത്തിട്ടേ നമ്മള് ചന്തയായി പോവാ. ഓ മൈ ഗോഡ്. ഇനി നമ്മളിപ്പോ അങ്ങോട്ട് പോണേ? മൈജി. എത്ര ഇഞ്ചിന്റെ? 45 ഇഞ്ചിന്റെ 2000 രൂപയ്ക്ക് കാനഡയാണ് പോയി. TV കഴിച്ച് 2000 TV നോക്കിയിട്ട് വരാം നമുക്ക്. ഇത് 2000 കിട്ടും. 1,87,88,89,000 കുറയുന്നുണ്ട്. ചിലപ്പോൾ അവിടെ എത്തും. 1000 രൂപയ്ക്ക് കിട്ടും. TV ഉണ്ടാവില്ല. എന്നിട്ട് പറയും പൈസ കണ്ടിട്ട് നോക്കണം. അത് എനിക്ക് തരുന്നുണ്ട്. ഈ സാധനം വാങ്ങാനാണോ? ഇരുമേൽ വാങ്ങേണ്ട കേട്ടോ. നമുക്ക് അവിടെ നിന്ന് TV കിട്ടിയില്ല. നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോവാണ്. മൈജി പോയിട്ട് എടുക്കാമെന്ന് വിചാരിക്കുന്നു. പക്ഷേ അതിന് മുന്നേ നമുക്ക് ബ്രൈഡിനെ വീട്ടിലിറക്കാം. കാരണം നാളെ 4 മണിക്ക് മേക്കപ്പിന് വരും. ഇപ്പം തന്നെ 7 മണി ആവാറായി. 6 മണി ആവാറായിട്ടുള്ളൂ. 6:15 പുള്ളിക്കാരിനെ കൊണ്ട് ഇറക്കിയിട്ട് നമുക്ക് വീട് തിരിച്ചു വരാം. ഈ ജംഗ്ഷനിൽ നിന്നുള്ള കടയിൽ നിന്ന് സർവത്ത് കുടിക്കാൻ കാനഡക്കാരൻ വീട്ടിലെ പാർക്ക് ചെയ്തിട്ട് നടന്നു. റൂൾസ് ഒക്കെ നോക്കി പാർക്ക് നമ്മള് കുടിക്കാൻ പോണത് ജംഗ്ഷനിലേക്ക്. കുറെ നടന്ന് നമ്മൾ അപ്പോഴേക്കും നമുക്ക് വിശക്കൂല. ഇതായിട്ട് അതാണ് ഉദ്ദേശിച്ചത്. നെക്സ്റ്റ് അടിക്കാനായിട്ട് എന്താ പുള്ളിവർത്തോളം ഈ ചേട്ടൻ എന്നെ മനസ്സിലായി. ചോദിച്ച് മനസ്സിലായിപ്പിക്കണേ. ചോദിച്ച് മനസ്സിലായിപ്പിക്കാം. ഇതൊക്കെ ഏതാണോ? അതെന്താ ക്ലാസ്സിന് വ്യത്യാസം? വളരെ പെട്ടെന്നായിരുന്നു ചേട്ടനെ കഴിഞ്ഞു. അയ്യോ ഇത് കണ്ടോ പോയി. ഒരു മിനിറ്റ് വേറെ വേണം. ഗൈസ് എനിക്ക് ചേട്ടൻ വാട്ട എനിക്ക് നാളെ ഇളകിയ അച്ഛനെ കുർബാന അച്ഛൻ 1 മിനിറ്റ് ട്ടാ. ആലോചിച്ച് ടെൻഷൻ അടിച്ച് ഇനി അപ്പിടും. എടുത്തിട്ട് പോടി. ചിലക്കാർക്ക് അങ്ങനെയാണ്. ആർക്കറിയാം. വൈറ്റ് ഉടുപ്പാട്ടാ. അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് വീട്ടിലെത്തി. അപ്പൊ ഓക്കെ ബൈ ചേട്ടാ.